ബിഗ് ബോസിലെ ഈ ഒരു സീസൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടുക്കളയിൽ നിന്നിട്ടുള്ളതും ജയിലിൽ പോയിട്ടുള്ളതും എല്ലാം അനുമോള് തന്നെയാണ്. സോ അതുകൊണ്ടാണ് അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് മാറുന്നത്. പക്ഷേ ഈ പറയുന്ന ഒരു ബിഗ് ബോസിന്റെ ഒരു രീതി അനുസരിച്ച് എല്ലാവരും അവരുടെ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടും. ആ കഷ്ടപ്പാടിൽ അനുമോളാണ് സക്സസ് ആയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അനുമോളുടെ പേരൻസ് വന്നപ്പോൾ, എസ്പെഷ്യലി ആ ഒരു അമ്മ വന്ന അന്നേരം തൊട്ടേ അനുമോളെ ഇങ്ങനെ ഉപദേശിക്കുന്നു, ശകാരിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് അത്ര വേണ്ടായിരുന്നു, ഒട്ടും വേണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്ന് ഇവർ ഈ പുറത്തുനിന്നൊക്കെ ഓരോന്ന് കണ്ടിട്ട് അകത്ത് വന്ന് പറയുമ്പോഴത്തേക്കും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ പുറത്തിരുന്ന് ഓരോ കമന്ററീസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കൗണ്ടർ അടിക്കും. പക്ഷെ അകത്ത് അവര് ശീലിച്ചു വന്നിരിക്കുന്ന അല്ലെങ്കിൽ അവർ വന്നെത്തിയിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ഈ ഒരു ഫാമിലി വീക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാവരും തക്കിടം മറിഞ്ഞ് ഭയങ്കരമായിട്ട് സ്ട്രാറ്റജീസ് മാറ്റി. കാരണം വീട്ടുകാർ പറയുമ്പോൾ അത് അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വീട്ടുകാരാണ് ആർക്കായാലും കൊടുക്കുന്നത്. അപ്പം അമ്മയും ചേച്ചിയും വന്നപ്പോഴത്തേക്ക് അടുക്കളയിൽ തന്നെ, നീ വന്ന അന്നോട്ട് അടുക്കളയിൽ തന്നെ കിടക്കുകയാണല്ലോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മയും ചേച്ചിയും പറഞ്ഞപ്പോഴത്തേക്കും അനുമോള് കുറച്ചൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച എന്തായാലും ഞാൻ അടുക്കളയിലൊന്നും കയറില്ല, ഈ ആഴ്ച കൊണ്ട് ഞാൻ നിർത്തുവാണ് എന്നൊക്കെ അനുമോള് നൂറെടുത്തും മാതലയെടുത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നല്ലതാവോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ ഒക്കില്ല. ഈ അനുമോള് കിച്ചണിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ സ്പൈസസ് ആയിക്കോട്ടെ, സാൾട്ട്, ഇതിനകത്തൊക്കെ ഒരു വൃത്തി വന്നത്. അല്ലെങ്കിൽ ജിസേലാണെങ്കിൽ എല്ലാം ഒരെണ്ണം കൈയിട്ടെടുക്കും, എന്നിട്ട് ആ കൈ വെച്ച് തന്നെ അടുത്തത് എടുക്കും. അതായത് ഉപ്പിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം മിക്സ് ആയി പോകുന്ന ഒരു അവസ്ഥ, ഒരു പ്രവണത അവിടെ ജിസേല് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത് അനുമോളാണ് ഇല്ലാണ്ടാക്കിയത്. അതുപോലെ തന്നെ കുറെ കൂടെ കിച്ചൺ കുറച്ചുകൂടെ നീറ്റും ക്ലീനും, പിന്നെ അതുപോലെ ഫുഡിനകത്താണെങ്കിലും ഒരു അച്ചടക്കമൊക്കെ കൊണ്ടുവന്നത് അനുമോള് വന്നതിന് ശേഷം. അനുമോള് കിച്ചൺ ടീമിൽ വന്നു തുടങ്ങി, പിന്നെ അങ്ങോട്ട് പാരലായിട്ട് അനുമോളെ തന്നെ എല്ലാവരും കിച്ചൺ ടീമിൽ ഇടുവായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഒരു ചെറിയൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. അനുമോള് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ്, ഇപ്പൊ അബിയൊക്കെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, അബിക്ക്, ഒനീലിന്, ഷാനവാസിക്ക് അത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്ലേറ്റിൽ ഇങ്ങനെ ഇട്ട് മാറ്റി വെക്കും. ഇന്ന് അത്തരത്തില് ഒനീലിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും കറിയും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജിസേൽ ഒരു ബൗളും കൊണ്ട് കറിക്ക് വേണ്ടി വന്നപ്പം ജിസേലിനുള്ളത് വേറെ ബൗളിനകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിസേൽ ആണെങ്കിൽ ഈ ഒനീലിന് വേണ്ടിയിട്ട് വെച്ചത് എടുത്തോണ്ട് പോയി. അപ്പോഴത്തേക്കും ഒനീൽ ചേട്ടന് വേണ്ടിയിട്ട് വെച്ച ഫുഡ് എന്തേ, ആരാ എടുത്തോണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അനുമോളങ്ങ് ഭയങ്കര സ്ട്രെസ്ഡ് ആവുകയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ടെൻഷനാണ്. ഇനി ഒനിലിന് കിട്ടാതെ വരുമോ, ഇത് ആരാ എടുത്തോണ്ട് പോയത്, ഈ നെവിനെങ്ങാനും എടുത്തോണ്ട് പോയോ, ആരൊക്കെ എടുത്തു വെച്ചതല്ലേ, കണ്ടില്ലെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ജിസേൽ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ജിസേൽ ഏത് ഫുഡാണ് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാൽ അനുമോൾ ഷൗട്ട് ചെയ്ത് ചോദിക്കുകയാണ്. ടെൻഷൻ കാരണം ചോദിക്കുകയാണ്. അപ്പൊ ജിസേൽ പറയുന്നുണ്ട്, ഞാൻ ആ ഇരുന്ന് എടുത്തോണ്ട് പോയി. അപ്പൊ അത് ഒനീലിൻ്റെതാണെങ്കിൽ ഒനീലിന് പേരെഴുതി വെക്കണം, ഞാൻ എങ്ങനെ അറിയും അത് ഒനീലിന് വെച്ചതാണെന്ന്, ചുമ്മാ എന്തിനാണെന്ന് ബഹളം വെക്കുന്ന, അങ്ങ് വഴക്കുണ്ടാക്കുവാണെന്ന് പറഞ്ഞ് ജിസേൽ അനുമോളെടുത്ത് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അത് വലിയൊരു വഴക്കൊന്നും അല്ല, പക്ഷേങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ കിച്ചണിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒനീലിനുള്ളത് എടുത്ത് വെച്ചിട്ട് ജിസേലിനുള്ളത് അനുമോൾ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്, ബൗളിൽ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നീ ബൗളും കൊണ്ട് വന്നതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചത്, പിന്നെ എന്തിനാ ഒനീലിന്റെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ അനുമോള്. അങ്ങനെ അവസാനം ജിസേലാണെങ്കിൽ ജിസേലിനെ കിട്ടിയതും കൊണ്ട് ജിസേൽ ആ ഒരു ഡൈനിങ്ങിന്റെ ഏരിയയിലോട്ട് വന്ന് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പം ജിസേല് ഷാനവാസോട്ട് ഇരിപ്പുണ്ട്, സെൽഫായിട്ട് തന്നെ പറയാ, ഓ ഈ തള്ള എന്തൊരു വഴക്കാണെന്ന് പറയും. അനുമോളിനെയാണ് ഈ തള്ളാന്ന് വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് ഷാനവാസ് ചോദിക്കുന്നുണ്ട്, തള്ളയാ? അപ്പൊ ആ പെണ്ണും പിള്ള, ഓ എന്തൊരു വഴക്കാണ്, എന്തിനാണ് ഇങ്ങനെ വഴക്കാവുന്നത്, ഇങ്ങനെ സ്ട്രെസ് ആവുന്നത് എന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ ജിസേൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു കാറ്റഗറിയിലൊന്നും അല്ല ബിഗ് ബോസ് കളിച്ച് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓൾവേസ് പറയാറുണ്ട്, ജിസേൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മലയാളി ആ ഒരു സർക്കിളിലേക്ക് വന്നിട്ട് ജിസേൽ ശരിക്കും പറഞ്ഞാൽ ജിസേലിന്റെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ ഇതൊരു വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും. അവര് ഈ പറഞ്ഞ ഹിന്ദി ബിഗ് ബോസിലകത്ത് വേറെ പല രീതിയിലായിരിക്കും ട്രിഗേർഡ് ആയിട്ടുണ്ടാവുക, വഴക്കിട്ടുണ്ടാവുക. പക്ഷെ ഇവിടുത്തെ വഴക്കെന്ന് പറയുമ്പോഴത്തേക്ക് തക്കാളി, മേക്കപ്പ്, ഫുഡ്, ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ വഴക്കെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ കണ്ട ആര്യൻ ഒരു തക്കാളി അനീഷായിട്ടുള്ള ക്യാപ്റ്റൻ്റെ അടുത്ത് ചോദിച്ചെടുത്തപ്പോഴത്തേക്കും വീണ്ടും അനുമോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുവാണ്. പക്ഷെ അനുമോൾ കുറേയൊക്കെ അത് കുറച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു വീട്ടുകാർ വന്നു പോയതിനു ശേഷം ഒരുപാട് പേരൊക്കെ അങ്ങ് മാറി. ഈവൻ ആര്യനാണെങ്കിലും അനുമോളോട് കൂടുതൽ വഴക്കിന് നിൽക്കുന്നില്ല. ഒരു ടോം ആൻഡ് ജെറി ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ആര്യനും കുറച്ചൊന്ന് ഒതുങ്ങുവാണ്. അപ്പം അനുമോൾ പറയുന്നുണ്ട് തക്കാളി എടുത്തപ്പോൾ ഇന്ന് തക്കാളി ചോറ് വെക്കാൻ ഒരുപാട് തക്കാളി വേണം, അത് അനീഷേട്ടൻ അറിയത്തില്ല, അതുകൊണ്ടാണ് നീ എടുക്കുന്നത്, നീ എടുക്കല്ലേ, ഞാൻ വഴക്ക് പറയുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ട്രിഗർ ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും ആര്യൻ പറയുന്നുണ്ട്, ഇത്രയും നാളായില്ല, ഇനി ഈ പറയുന്ന ഈ സില്ലി കുറച്ച് കാര്യത്തിനുള്ള ഫുഡിന്റെ അടിയൊക്കെ ഒന്ന് നിർത്ത്, എന്തോ ഒരു തക്കാളിയല്ലേ എടുത്തോളൂ, അനീഷേട്ടൻ പറഞ്ഞു, അനീഷേട്ടൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനും പറയാണ്. ശരിക്കും ഇവർക്കൊക്കെ ഒരു ബോധം വന്നിട്ടുണ്ട്. പുറത്ത് എല്ലാവരും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, ചർച്ച ചെയ്തു. അപ്പൊ ആ ഒരു ബോധത്തോടെയാണ് എല്ലാവരും പെരുമാറുന്നത്. ഇതിന്റെ ഇടയിൽ ഒനീലിനുള്ള ഫുഡ് നമ്മുടെ അനുമോൾ എടുത്തു വെച്ചല്ലോ. അപ്പം അന്നേരം ഒനീൽ അതൊക്കെ കഴിച്ചിട്ട് വലിയ കാര്യമായിട്ട്
അടിപൊളിയായിട്ട് കഴിച്ചിട്ട് നമ്മൾ ആദിലയും അനുമോളും അവിടെ ഇരിക്കുകയാണെ. അവരുടെ ഇടയിലോട്ട് വന്നിട്ട് ഒനീൽ പറയുന്നുണ്ട്, ക്യാപ്റ്റൻസിക്കേ നിങ്ങളെയാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ എന്നിങ്ങനെ ആക്ട് ചെയ്യാണ്. അപ്പോഴത്തേക്ക് ഇന്ന് ജയിൽ നോമിനേഷനാണ് നടക്കുന്നത്, ക്യാപ്റ്റൻസി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദില ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പറയുകയാണെങ്കിൽ എടുത്തിട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അനുമോളും ആദില, നൂറ ഇവരാരും തന്നെ ഒരിക്കലും തന്നെ ഈ ഒരു ക്യാപ്റ്റൻസിയിലോട്ടൊന്നും വന്നിട്ടില്ല. അവർ വരട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനുമോള് അടുത്ത ആഴ്ച കിച്ചൺ ടീമിൽ കയറുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കിച്ചൺ ഈ ഒരു സീസണൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കിച്ചൺ അടക്കി ഭരിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി അത് അനുമോളാണ്. അത് തട്ടിപ്പറിച്ചെടുക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവിടെ ഒന്നും വിട്ടുകൊടുക്കാതെ അനുമോള് സ്റ്റിൽ നൗ അനുമോൾ അത് കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് ഈ ജിസേലിനൊക്കെ ഒരു അധികാരം കിട്ടിയായിരുന്നല്ലോ, ജിസേലിനും നെവിനും ഒക്കെ. അപ്പൊ ആ അധികാരം കിട്ടിയ സമയത്ത് റെന ഫാത്തിമ ഇതില് കുക്കിങ്ങിന് വേണ്ടിയിട്ട് കയറാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ പോലും അനുമോള് ഭയങ്കര ഒരു എന്താ പറയാ, എല്ലാവരെയും ആ റെനേനെയൊക്കെ തൂക്കിയെടുത്ത് കളയുന്ന കണക്കാണ് അനുമോള് പ്രവർത്തിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഒരുപാട് വഴക്കുണ്ടായ സമയമായിരുന്നു അത്. പക്ഷെ ആ ഒരു 5 വഴക്കൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ അങ്ങ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളവരൊക്കെ അങ്ങ് കുറഞ്ഞു. ഏതായാലും ശരി, പുതിയ ടാക്ടിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആ ഒരു ട്രിക്ക് മനസ്സിലാക്കി ബിഗ് ബോസ് നമ്മളെ തമ്മിലടുപ്പിക്കുകയാണ്. ഇന്ന് ആ ഒരു ആക്ടിവിറ്റിയിൽ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസിനുള്ള നെഗറ്റീവും ബിഗ് ബോസിന്റെ പോസിറ്റീവും ആയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർക്കൊക്കെ അറിയാം ഇവരെ മനഃപൂർവ്വം തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടാസ്ക് തരുന്നത്, തമ്മിൽ അടിക്കാനുള്ള അവസരമാണ് ബിഗ് ബോസ് ഒരുക്കി തരുന്നത് എന്നൊക്കെ ഇവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഏതായാലും ശരി, അത് അവർ മനസ്സിലാക്കി കളിക്കുകയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അനുമോൾ അമ്മയും ചേച്ചിയും ഉപദേശിച്ചിട്ട് പോയത് അനുസരിക്കണോ വേണ്ടയോ? അതുപോലെ തന്നെ അനുമോൾ സ്ട്രോങ് ആയിട്ട് പോകുന്ന ഈ ഒരു കിച്ചൺ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകുന്നത്. ഈ ബെഡ്റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അനുമോളുടെ ആ ഒരു രീതി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സീരിയസ്ലി അനുമോൾ ആ പറയുന്ന കണക്ക് ആരിന്റെയും ജിസേലിന്റെ പിന്നാലെ നടന്നിട്ട് ഓരോ പരദൂഷണം പറയുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്പേസിലേക്ക് കയറി ചെല്ലുന്നത്, അതൊരു നെഗറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് അനുമോളെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. പക്ഷെ കിച്ചണിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ആയിട്ട് പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ പോയി വരാം. ബൈ.